ഗായ്സ്, ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ്. മമ്മീനെയും കൊണ്ട് പറക്കാൻ പോവാണ്. മമ്മി പറക്കാൻ റെഡിയാണോ? മമ്മി ഫ്ലൈറ്റിൽ കയറിയിട്ടില്ലെന്ന് പറയണേ. അപ്പം ഇന്ന് മമ്മി ഫ്ലൈറ്റിൽ കയറാൻ പോകണം. തന്നു ഫ്ലൈറ്റിൽ പണ്ട് കയറിയിട്ട്, പക്ഷെ തന്നെ ഓർമ്മയില്ലെന്ന്. അപ്പോൾ തനുവിനെ കൊണ്ടുപോകുന്നത് തന്നെയോടെ. അപ്പം നമ്മളിന്ന് എല്ലാവരും കൂടി ഒരു ഫ്ലൈറ്റ് യാത്രയ്ക്ക് പോവാണ്. ഞാൻ, മമ്മി, ചിപ്പി, തനു. പപ്പയ്ക്ക് പിന്നെ ഫ്ലൈറ്റിൽ കയറി മടുത്ത് ഒരാളാണ്. അതിന് പപ്പ ഇല്ലെന്ന് പറഞ്ഞേ. മമ്മി റെഡി ആയില്ലേ? പോകണോ? ടെൻഷൻ്റെ ഉണ്ട് മോളി ആരെങ്കിലും വെടിവെക്കും. അതിനാ യുദ്ധം. ഓക്കെ, വാ നമുക്ക് പോവാം. ഇങ്ങനെ തനു നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പോണു. തിരിച്ച് നമ്മൾ ട്രെയിനാ. തനു ട്രെയിനിലും കയറിയിട്ടില്ലല്ലോ. കയറിണ്ടോ? ട്രെയിനിൽ കയറിണ്ടോ? ഏതില്? ഇല്ലല്ലോ, ട്രെയിനിലും കയറിയിട്ടില്ല. മെട്രോയില്. അത് മെട്രോ. ട്രെയിനിൽ ടിക്കറ്റ് ആക്ച്വലി കൺഫേം ആയിട്ടില്ല. വെയിറ്റ് ലിസ്റ്റ് ആണ് ഇപ്പോഴും. എന്നാലും കയറാൻ പറ്റുന്ന വിചാരിക്കുന്നു. പിന്നെ നമ്മളെ കൊണ്ടാക്കാനായിട്ട് ജിന വന്നിട്ടുണ്ട്. ജിന പുതുമണാളാണ്. പിന്നെ കെവിൻ എവിടെ? കുഞ്ഞു കെവിൻ എന്ന് വിളിച്ചിട്ടേ ഇവ വലുതായിട്ടും ആ പേര് പോകുന്നില്ല. കുഞ്ഞു കെവിൻ. ഓക്കെ, അപ്പം നമ്മള് നേരെ ഇപ്പൊ സമയം 11:05 നമുക്ക് ഫ്ലൈറ്റ് 1:45 നമ്മൾ പോകുന്ന വഴി ഭക്ഷണം കഴിച്ചിട്ടൊക്കെ കയറാമെന്ന് വിചാരിക്കുകയാണ്. എനിക്ക് മമ്മിയുടെ മുഖമാണ് വേണ്ടത്. മമ്മിക്ക് ടെൻഷൻ അല്ലേ? വേർക്കണം. എന്തിനാ? വെടി വെച്ചൊന്നുമില്ല ആരും. തനുവിന്റെ കയ്യിൽ തോക്കില്ലേ? അതിന്റെ പേടി അല്ലടാ, അതിന്റെ പേടിയാന്ന് പറഞ്ഞത്. തനു, നീ തോക്കെടുത്തിട്ടില്ലേ? ഇല്ലേ? തോക്കെടുത്തില്ലേ നിന്റെ? ചേട്ടാ, അപ്പം ആരെങ്കിലും ഗുണ്ടകൾ വന്ന് എന്ത് ചെയ്യും? ഇടിച്ച് പഞ്ചറാക്കുവോ? ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. ഈ എയർപോർട്ട് മുഴുവൻ വർക്ക് ചെയ്യണത് ഫുൾ സോളാറിലാണ്. എയർപോർട്ടിന്റെ മുകളിലോ സോളാറാ? അത് നമ്മുടെ വീടിന്റെ മുകളിൽ സ്ഥലമില്ലാത്തോണ്ടെന്ന് വെച്ചെന്തല്ലേ? എന്റെ വെയിലടിക്കുന്ന എവിടെയെങ്കിലും വെക്കാലോ. ഇതൊക്കെ എയർപോർട്ടിന്റെ സ്ഥലമാണ്. നമ്മുടെ ഈ എയർപോർട്ട് സോളാറിലാണ് ഫുള്ളി വർക്ക് ചെയ്യുന്നത്. വേൾഡ് ഫസ്റ്റ് എയർപോർട്ട് ഫുള്ളി പവർഡ് ബൈ സോളാർ. സുഹൃത്തുക്കളെ, നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ കറങ്ങുകയാണ്. നമ്മൾ ഒരുപാട് നേരത്തെ ആയിപ്പോയില്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയതായിരുന്നു. ഇപ്പൊ ആർക്കും കഴിക്കണം എന്ന് വരില്ല. 11:45. പിന്നെ ഇതിന്റെ അകത്ത് KFC ഉണ്ടെന്നൊക്കെയാണ് ഇവര് പറയുന്നത്. അപ്പൊ ആ സമയത്ത് കഴിക്കാന്നൊക്കെ പറയണു. സാലഡ് നമുക്ക് വൈകിട്ട് വരുമ്പോ കെവിനും കൂട്ടുന്നുണ്ട് കേട്ടോ. വൈകിട്ട് ഞങ്ങൾ പിക്ക് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഡിന്നർ ഒരുമിച്ച് കഴിക്കട്ടെ. കെവിനെ ഇന്റർനാഷണല് വലിയ പപ്പേനെ കൊണ്ടുവരാൻ വന്നത് ഇതായിരുന്നു പണ്ടത്തെ ഇന്റർനാഷണല്. പണ്ടത്തെ ഇന്റർനാഷണൽ ഇതായിരുന്നു. ഇപ്പൊ ഇത് ഡൊമസ്റ്റിക് ആക്കി, അത് ഇന്റർനാഷണൽ ആക്കി. ഓക്കെ, പണിതുകൊണ്ടിരിക്കുമ്പോ ഞാൻ സ്കൂളിൽ നിന്ന് ടൂറൊക്കെ വന്നിട്ടുണ്ട്. മമ്മിയും വന്നിട്ടുണ്ടല്ലേ? അതകത്തേക്ക് കയറ്. അപ്പൊ കാണാം. ഇനി അപ്പൊ ഞങ്ങൾ അകത്തേക്ക് കയറട്ടെ. താങ്ക് യു ജിനോ ആൻഡ് കെവിൻ. അപ്പൊ വൈകിട്ട് ഞങ്ങൾ പിക്ക് ചെയ്യാൻ വരണം. അപ്പൊ നമ്മൾ ഡിന്നർ ഒരുമിച്ച് കഴിക്കാം. ലഞ്ച് സ്കിപ്പ്. എന്തെങ്കിലും പറയാനുണ്ട്? മമ്മി ഓരോ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ചിപ്പി പറഞ്ഞു കൊടുക്കും. ചിപ്പി, നീ പഠിപ്പിക്കുന്ന കോഴ്സാണ് ഈ കൊച്ചുങ്ങളെന്നൊക്കെ അല്ലേ? അങ്ങനെ മമ്മിക്ക് ടിക്കറ്റ് ഇട്ടിരിക്കാൻ. സുഹൃത്തുക്കൾ, ടിക്കറ്റ് കാണിച്ചു കൊടുത്തേ. ടിക്കറ്റ് കാണിച്ചു കൊടുത്തേ. ടിക്കറ്റ് ഇരിക്കാൻ. തനുവിനെ ടിക്കറ്റ് ഇട്ട് ഇതേ പോണു. എന്താണ് സെക്യൂരിറ്റി? ആദ്യമായിട്ടല്ലേ? പേടിച്ചു പോയാ? പേടിച്ചാ? ഒറ്റയ്ക്ക് ഒരു പ്രാവശ്യമൊക്കെ വരുമ്പോൾ ശരിയാവും. അങ്ങനെ നമ്മൾ മറ്റേ സാധനം മുഴുവൻ കഴിഞ്ഞു. എന്നിട്ട് സെക്യൂരിറ്റി ചെക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ മമ്മീനെ എയർപോർട്ടിനകത്ത് കയറി കാണിച്ചു. ഇപ്പോൾ സമയം എത്ര ജിപ്പി? 12:15 1:40 നമ്മുടെ ഫ്ലൈറ്റ്. അപ്പം ഭക്ഷണം കഴിക്കാൻ നമ്മൾ KFCയിലേക്ക് വന്നു. അപ്പം തൊട്ടപ്പുറത്ത് എർത്ത് ലോഞ്ച് ഉണ്ട്. ഞാൻ ചുമ്മാ എൻ്റെ കാർഡുകൾ സ്വൈപ്പ് ചെയ്യാന്ന് വെച്ച് കയറി. എന്നത്തെ പോലെ തന്നെ എൻ്റെ ഒരു കാർഡിന് എനിക്ക് ലോഞ്ചസ് കിട്ടി. അപ്പോൾ ആ കാർഡിൽ ഞാൻ കഴിക്കുകയാണ്. ബാക്കി ഇവർക്ക് ഞാൻ KFCയിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. തനു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ തനുവിന് ചിക്കൻ മതി, ബർഗർ മതി. KFC. തനുവിന് KFC മതി. ഓക്കെ, അപ്പം നിങ്ങൾ കഴിക്കുമ്പോഴേക്കും ഞാൻ പെട്ടെന്ന് വരാം. ഞാനും ലോഞ്ചിൽ കയറി. അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട്. സൂപ്പർ. 55 വയസ്സിൽ ആദ്യമായിട്ട് എയർപ്ലെയിൻ കയറി. ഇനി പൊങ്ങുമ്പോഴും ഇറങ്ങുമ്പോഴും ഉള്ളത് ആലോചിക്കണം.
ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങി സുരക്ഷിതമായിട്ട്. മമ്മി ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ഒക്കെ നന്നായില്ലേ? അതൊക്കെ കഴിഞ്ഞു. പക്ഷെ നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. വെയിറ്റ് ലിസ്റ്റ് 5, 6, 7 ആയിരുന്നു. പക്ഷെ അത് ക്യാൻസലായി. അപ്പം അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. ഞാനിവിടെ വന്നപ്പോൾ അറിഞ്ഞേ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും കോഴിക്കോട് എയർപോർട്ടും തമ്മിൽ 10-25 കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ടെന്ന്. അതൊരു പുതിയ അറിവായിരുന്നു. അപ്പോൾ എനിവേസ് ഇവിടുന്ന് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് അവിടെ ട്രെയിൻ വല്ലതും ഉണ്ടോ തൃശ്ശൂർക്ക് നോക്കാം. തൃശ്ശൂരിലേക്ക് കസിനോട് വണ്ടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതേ കാഴ്ചകൾ നമുക്ക് നോക്കാം. കുറേ നാൾക്ക് ശേഷം ഫ്ലൈറ്റിലും കയറി ഓട്ടോറിക്ഷയിലും കയറിയില്ല. ഇനി നമ്മൾ ട്രെയിനിലും കയറും. 3 ദിവസം കൊണ്ട് പരിപാടി തീർന്നില്ലേ? ഇഷ്ടമായോടാ? ഇനി പോയിട്ടോ? ഈ ട്രെയിനാണോ മെട്രോ ട്രെയിനാണോ ഇഷ്ടമായി? മെട്രോ ട്രെയിനാ? എന്താ അത് നല്ലത്? ഇത് കാറ്റൊക്കെ കൊണ്ട് പൊക്കൂടെ? ഉള്ളിൽ തണുപ്പുണ്ട്. വെരി നൈസ്. എങ്ങനെയുണ്ടായിരുന്നു ഫ്ലൈറ്റ് യാത്ര? അതൊന്നും പറഞ്ഞു. അല്ല ശരിക്കുള്ള എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണല്ലോ ഫ്ലൈറ്റ് ഇന്നിടാ ജിന നമ്മൾ പിക്ക് ചെയ്യാൻ വന്നിട്ടാ. ഇന്ന് ഫ്ലൈറ്റ് പൊന്തി താന്നപ്പ എന്നോട് പിടുത്തം പേടിച്ചിട്ട് എനിക്ക് പൊന്തനേക്കാൻ മുമ്പ് ഇറങ്ങണേക്കാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ കോഴിക്കോട് എത്തിയപ്പോ എന്നിട്ട് ഞാൻ നോക്കിയപ്പോ അവിടെ എത്താറായി കഴിഞ്ഞപ്പോൾ അല്ലെ ഇവിടെ നിന്നിട്ട് പോണേക്കാൻ മുമ്പ് മമ്മി പ്രാർത്ഥിക്കണം. അതിന്റെ വീഡിയോ കേട്ടിട്ടുണ്ട്. തനുവിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് തനു പറയണേ. പക്ഷെ അതിന് മുമ്പ് കയറി ഓർമ്മയില്ല. തന്നെ ഇഷ്ടപ്പെട്ട തനു സർട്ടിഫിക്കറ്റ് കിട്ടി. ബിസ്ക്കറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി. ഇഷ്ടപ്പെട്ടോടാ? ഹെലികോപ്റ്ററിൽ കയറണം അല്ലേ? ഹെലികോപ്റ്റർ വാങ്ങാൻ പറഞ്ഞിട്ട് ഓർഡർ എടുത്തിട്ടുണ്ട്. ചിപ്പി എനിക്ക് പിന്നെ ഇഷ്ടം പോലെ കേൾക്കണല്ലേ. എന്നാലും ഫെഡപ്പ് ആയപ്പോഴാണ് ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ. അല്ല എപ്പോ ഫ്ലൈറ്റിൽ നിന്ന് താഴെ ഇറങ്ങി ഓട്ടോയിലേക്ക് കയറി തുടങ്ങിയോ അവിടെ നിന്നിട്ട് നല്ല ഇവിടെ എയർപോർട്ടിലാക്കിട്ട് അങ്ങോട്ട് നേരെ കോഴിക്കോട് വണ്ടി ഓടിച്ച് വരില്ലേ? ഞാൻ ആലോചിച്ചു അതായത് ജിന എയർപോർട്ടിലാക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിയൊക്കെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ അത് കഴിഞ്ഞ് അവിടെ എത്തി വരുവാണ്. അപ്പൊ രണ്ടും ഇവൻ അവിടെ എത്തിയാനേ പിന്നെ ഞാൻ വിചാരിച്ചു പറയുമോ തിരിച്ചു വരുമ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ എക്സ്പീരിയൻസ് ആയിട്ട് ഇവരാരും ട്രെയിനിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞു. ഐ മീൻ വന്ദേ ഭാരത്. അപ്പൊ അവിടെ ഞാൻ അവിടെ എത്തി റേഞ്ച് ഒന്ന് നോക്കിക്കൊണ്ടിരാ യുവർ ബുക്കിംഗ് ഇസ് ക്യാൻസൽഡ്. എനിക്ക് പിന്നെ അവിടെ നിന്ന് മനസ്സിലായ കൊയിലാണ്ടിയിലാണ് എയർപോർട്ടിൽ നിന്നും അവിടെ നിന്ന് 10-20 കിലോമീറ്റർ അപ്പുറത്ത് പോകണം റെയിൽവേ സ്റ്റേഷനും. അങ്ങനെ ഞങ്ങൾ അവിടെ കൊയിലാണ്ടി എന്തോ കൊയിലാണ്ടില്ല പക്ഷെ അവിടെ നിർത്തില്ല എല്ലാ ട്രെയിനും. 24 കിലോമീറ്റർ അവിടെ നിന്ന് നമ്മൾ വേറെ വണ്ടി വിളിച്ച് പോകണം. അപ്പോൾ ഞാൻ അവിടെ ഉബർ നോക്കിയിട്ട് ഉബറില്ല. പിന്നെ എയർപോർട്ട് ടാക്സി എയർപോർട്ട് ക്യാബ് പിന്നെ 2000 രൂപ കാണിക്കാനായിട്ടാ. അങ്ങനെ ചേട്ടൻ പറഞ്ഞു ഓട്ടോറിക്ഷ താഴേണ്ട ഓട്ടോറിക്ഷ വിളിച്ചാൽ 700 ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയും നട്ടുച്ച സമയത്താണല്ലോ ഓട്ടോറിക്ഷയും വിളിച്ച് റെയിൽവേ സ്റ്റേഷൻ 4 മണി ട്രെയിൻ നോർമൽ ടിക്കറ്റ് ഉള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു മറ്റേ AC-യിലേക്ക് അപ്ഗ്രേഡ് TT-നെ കണ്ടാൽ മതി. അപ്പം ഞാൻ എനിക്ക് ചോദിക്കുന്നുണ്ട് TT എവിടെ ഉണ്ടാവും എന്തായാലും അങ്ങനെ. മാത്രമല്ല ഒടുക്കത്തെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്നാണ് ട്രെയിൻ എടുത്തത്. തിരുവനന്തപുരത്തേക്കാണ്. ഈ ജോലി കഴിഞ്ഞിട്ട് കയറുന്ന ആൾക്കാരാണ് കണ്ണൂരിൽ നിന്ന് ട്രെയിൻ എടുത്തത്. ട്രെയിൻ വന്ന് കണ്ണൂരിന്നാ. അപ്പൊ നിങ്ങൾക്ക് കോഴിക്കോട് നിന്ന് ഇറങ്ങിയിട്ട് കണ്ണൂർ പോയാ മണ്ട കണ്ണൂർ അപ്പുറത്തല്ലേ. കണ്ണൂരിൽ നിന്ന് ട്രെയിൻ വന്നു കോഴിക്കോട്. എന്നിട്ട് അപ്പം ഒടുക്കത്തെ തിരക്ക്, ഇരിക്കാനും സീറ്റില്ല. പിന്നെ തനുവിനെടുത്ത് മറ്റേ സെന്റിമെന്റൽ സാധനം കാണിച്ചു. എടുത്തിട്ട് താഴേക്കില്ല അങ്ങനെ സാധനം കാണിച്ചു. അപ്പൊ ഒരു ചേട്ടൻ എടുത്ത് പറഞ്ഞു എന്നോട് വന്ന് ചോദിച്ചു ഞാൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും നിങ്ങൾ കയറി ഒരാൾ ഇരിക്കണം പറഞ്ഞു. അപ്പൊ ഞാൻ മമ്മീനെ ഇരുത്തി. അപ്പൊ ഈ മണ്ടൻ മമ്മിയുടെ മടിയിലിരിക്കില്ല, ചിക്കമ്മയുടെ മടിയിലിരിക്കുള്ളൂ. അങ്ങനെ ചിപ്പിക്കും ഒരു ചേട്ടൻ എഴുന്നേറ്റ് കൊടുത്തു. ചിപ്പിക്ക് അപ്പൊ ഞാൻ ആരാട്ടാ ഞാൻ വീണ്ടും ഇങ്ങനെ നിൽക്കുന്നു. ഇവരിരുന്ന് ഞാൻ നോക്കിയപ്പോ
ചിപ്പിയൊക്കെ ആറ്റുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക പടങ്ങ് നോക്കി. ഞാൻ ആരാട്ടാ എന്നിട്ട് നല്ല തിരക്കായിരുന്നു. ഞാൻ എന്നിട്ട് എനിക്ക് തോന്നുന്നു എവിടെങ്ങാണ്ട് എത്തിയപ്പോ തിരൂരോ തിരൂര് 1 മണിക്കൂറൊക്കെ ഞാൻ നിന്ന്. അത് കഴിഞ്ഞപ്പം ഒരു ചേട്ടൻ മാറി തന്നു, അത് ഞാൻ കയറി. പിന്നെ സുഖമായിരുന്നു. പക്ഷെ എന്താ കുറേ നാൾക്ക് ശേഷം ട്രെയിനിൽ കയറുന്ന തോന്നും എനിക്ക്. ഇങ്ങനെ ഇരുന്നപ്പം ഒരു റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ പുത്രൻ അങ്ങ് ചിപ്പി അവിടെ ഇരിക്കണേ, ഞാനിവിടെ ഇരിക്കുന്നു, മമ്മി ഇവിടെ ഇരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളി. എൻ്റെ ഇടയിൽ വേറെ ആൾക്കാർ ഓടിക്കളിച്ചോണ്ടിരിക്കുന്നു. എൻ്റെ മോനെ കുറേ ഉണ്ട് കഥകൾ. പിന്നെ ഞങ്ങൾ വന്നത് ഷൊർണൂർ വഴിയാണ്. ഇപ്പം +2 പഠിച്ച സ്ഥലമൊക്കെ ഞാൻ ചിപ്പിനെ കാണിച്ചു കൊടുത്തു. മുള്ളൂർക്കര. പിന്നെ ഞാനിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. മമ്മി ഞാൻ ചാരി വെച്ച കുപ്പിയുടെ വെള്ളം കണ്ട ഈ വെള്ളം എടുത്തു. അപ്പം എൻ്റെ ഫോൺ താഴെ വിടും. ഓക്കെ, അങ്ങനെ കുറേ നൊസ്റ്റാൾജിക് സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ഭാരതപ്പുഴ. ചിപ്പി അതൊക്കെ നീ എൻജോയ് ചെയ്തത് നന്നായിരുന്നില്ലേ? പക്ഷെ എനിക്ക് കോഴിക്കോട് ബീച്ചിൽ പോണായിരുന്നു, RV മാളിൽ പോണായിരുന്നു. അത് നമുക്ക് അല്ലാതെ കാറിന് പോകാം. ഞാനും ചെയ്തോളി. ഇപ്പോഴും എനിക്ക് ടിക്കറ്റ് കണ്ടല്ലോ. കാറ് കൊണ്ടുവരായിരുന്നു. അപ്പൊ ആ ഫ്ലൈറ്റ് ടിക്കറ്റും വേണ്ട. എല്ലാം കഴിഞ്ഞിട്ട് സാരില്ല. ഇനിയിപ്പം കോഴിക്കോട് ബീച്ച് അത് ഈവനിങ് ടൈം പോണേ. പിന്നെ അത് 1 മിനിറ്റ് എന്നിട്ട് ഇപ്പം എന്തായി, നമ്മളിപ്പോൾ അങ്കമാലി തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കടയുണ്ട്. അങ്കമാലി ബസ്സിലേക്ക് പലരുടെ അടുത്ത് എൻ്റെ പേര് ഗ്രാൻഡ് മൈ എന്നൊക്കെ പറയാം. ഇവിടെ രാവിലെ 1:30 വൈകിട്ട് നല്ല പാലപ്പവും നാടൻ താറാവ് റോസ്റ്റും പുട്ടും ബീഫൊക്കെ കിട്ടും. ഞങ്ങളത് പറഞ്ഞിട്ടുണ്ടേ. ഞാനത് കഴിച്ചിട്ട് വീട്ടിൽ പോകാം. ചേട്ടൻ അപ്പം തന്നെ അവിടെ അപ്പം വേണ്ട, അത് പുട്ട. ഇവിടെയാണ് അപ്പം. ഞങ്ങൾക്കാണ് അപ്പം. ഞങ്ങൾക്ക് 3 പേർക്ക് അപ്പം. അവിടെ പുട്ട കണ്ടിട്ട് തന്നെ പൂപോലത്തെ അപ്പം. ഇത് താറാവ്. താറാവ് ഇങ്ങനെ എടുത്തിട്ട് ശരി ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് താറാവിൻ്റെ ലെഗും കൂടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഓക്കെ. അപ്പൊ നമ്മള് ആ കടയിൽ നിന്ന് പാലപ്പവും ബീഫും താറാവ് റോസ്റ്റും പുട്ടും കഴിച്ചു. ആക്ച്വലി അങ്കമാലിലേക്ക് താറാവ് റോസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ബോർഡ് കണ്ടപ്പോൾ കയറിയതാണ്. നല്ല താറാവ് റോസ്റ്റ്. നിങ്ങൾ അങ്കമാലി വഴി പാസ് ചെയ്യുന്നുണ്ട്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈ താറാവ് റോസ്റ്റ് അപ്പം ഉണ്ട്. ലൈവ് അപ്പമാണേ, പാലപ്പം. നിങ്ങൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്കമാലി ബസ്ലിക്ക പള്ളി ലൊക്കേഷൻ ഇടാം. ബസ്ലിക്ക പള്ളിയുടെ തൊട്ടടുത്താണ് ഗ്രാൻഡ് മീ. അടിപൊളി കേട്ടാ. വലിയ റേറ്റ് ഒന്നും ഇല്ല, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. സാധാ നോർമൽ റേറ്റ് ഒക്കെ തന്നെ. പക്ഷെ നല്ല കറിയാണ്, നല്ല മസാല. മമ്മി അല്ലേ, മമ്മി അത് പാഴ്സലാക്കി എടുത്തു ബാക്കിയുള്ളത് അല്ലേ മമ്മി? ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എക്സാജറേറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. എനിക്ക് മമ്മിക്ക് വീട്ടിൽ നമ്മൾ താറാവ് വയ്ക്കുന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഓഫ് താറാവ് കറിയല്ല. പപ്പയ്ക്ക് കുറച്ച് പാഴ്സൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പം പരിപാടിയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി. മമ്മി ഹാപ്പി അല്ലേ? എവിടെ ഒന്നും മിണ്ടല്ലോ. ഹാപ്പി അല്ലേ? തന്നെ ഹാപ്പി അല്ലേ? ചിപ്പി ഹാപ്പി അല്ലേ? എല്ലാരും ഹാപ്പി, ഡബിൾ ഹാപ്പി. ഓക്കെ, അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് വിട്ടാം. അപ്പൊ അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. പൊറോട്ട അല്ലേ? പപ്പയ്ക്ക് ഒരു പൊറോട്ട വാങ്ങണം. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറഞ്ഞു എല്ലാവരും. ഗുഡ് നൈറ്റ്.